മഴ തോരും മുൻപെയുടെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അലീന സ്റ്റാൻലിയുടെ വൈഫിനും മക്കൾക്കുമൊപ്പം സ്റ്റാൻലിയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. വളരെ വൈകിയാണ് വീട്ടിലെത്തിയത്. ആൻസി, സ്റ്റാൻലിയുടെ വൈഫ്, അലീനയ്ക്ക് മുറി കാണിച്ചു കൊടുക്കുന്നുണ്ട്. മോൾ അന്ന് വന്നപ്പോൾ ഉപയോഗിച്ച അതേ മുറി തന്നെ നീ ഇനിയും എടുത്തോളാനൊക്കെ പറയുന്നത് കേട്ട് മക്കൾ ചോദിക്കുന്നുണ്ട്, അപ്പോൾ ചേച്ചി ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ എന്ന്. അപ്പോൾ എന്ത് പറയണമെന്നറിയാതെ ആൻസി എന്തൊക്കെയോ പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയായിരുന്നു. ചേച്ചി മുമ്പ് എപ്പോഴോ വന്നു പോയിട്ടുണ്ട്, അപ്പോൾ നമ്മുടെ മുകളിലെ ഒഴിഞ്ഞ റൂമാണ് ചേച്ചി യൂസ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് റൂമിലെത്തി ഫ്രഷപ്പ് ആയതിനു ശേഷം ഒരുപാട് സമയം കഴിഞ്ഞാണ് അലീനയ്ക്ക് ഉറക്കം വരുന്നത്. ഉറക്കം വരുന്നേ ഉണ്ടായിരുന്നില്ല. ഒരുപാട് ആലോചനകൾ മാത്രമായിരുന്നു. പഴയ ചിന്തകളും ബാലചന്ദ്രൻ്റെയും തൻ്റെ സഹോദരിമാരുടെയും നെടുമ്പുരയ്ക്കൽ വീടിൻ്റെയുമൊക്കെ അവൾക്ക് പെട്ടെന്ന് ഇവിടെ ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. മുമ്പെപ്പോഴോ വന്നു പോയിട്ടുണ്ടെങ്കിലും അലീനയ്ക്ക് മാനസികമായിട്ട് പൊരുത്തപ്പെടാൻ എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടായിരുന്നു. ചിന്തകൾക്കൊടുവിൽ എപ്പോഴോ അലീന ഉറങ്ങിപ്പോയി. അതേപോലെ തന്നെ നേരം വെളുത്തതുപോലും അവൾ അറിഞ്ഞിരുന്നില്ല. ആൻസി വന്ന് കതകില് മുട്ടിയപ്പോഴാണ് അലീന പെട്ടെന്ന് ചെന്ന് ഡോറ് തുറന്നത്. അലീനയ്ക്ക് വല്ലാത്ത വിഷമം തോന്നി. ആൻറ്റിയെ ബുദ്ധിമുട്ടിക്കേണ്ടി വന്നല്ലോ എന്നാലോചിച്ചിട്ട്. ആൻസിക്ക് എന്നാൽ ആ കാര്യത്തിൽ ഒട്ടും തന്നെ വിഷമമൊന്നും തോന്നിയില്ല. അലീന വല്ലാതെ സോറിയൊക്കെ പറയുന്നത് കേട്ടിട്ട് ആൻസി ചോദിക്കുന്നുണ്ട്, നീ കുറച്ച് സമയം കൂടുതൽ ഉറങ്ങിപ്പോയതിനാണോ ഇങ്ങനെ സോറിയൊക്കെ പറയുന്നത്? നിൻ്റെ ഒപ്പം ഉറങ്ങാൻ കിടന്ന നിൻ്റെ സഹോദരങ്ങൾ പോലും ഇതുവരെ എഴുന്നേറ്റിട്ടില്ല, പിന്നെ നിനക്ക് മാത്രം എന്താ ഇത്ര ടെൻഷൻ എന്നൊക്കെ ചോദിച്ച് ആൻസിയും അതൊക്കെ കൂളായിട്ട് തന്നെ വിട്ട് കളയാണ്. ഇതേ സമയം അവർ രണ്ടുപേരും കൂടി കിച്ചണിലൊക്കെ പോയി നിന്ന് പാചകങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഒരുപാട് സമയം കടന്നു പോകെ അലീന ആൻസിയോട് ചോദിക്കുന്നുണ്ട്, പപ്പയെ കണ്ടില്ലല്ലോ എന്ന്. അപ്പോഴാണ് ആൻസി പറയുന്നത്, പപ്പയുടെ അമ്മച്ചിയും അപ്പച്ചനും ഇന്ന് വരാമെന്ന് പറഞ്ഞിരുന്നു, അപ്പോൾ അവരെ പിക്ക് ചെയ്യാനായിട്ട് പോയിട്ട് ഒരുപാട് സമയമൊക്കെ ആയി, വരാനുള്ള സമയമാവുന്നു. അതിനു മുമ്പായിട്ട് നമുക്ക് ജോലികളൊക്കെ തീർത്തേക്കാം. നിൻ്റെ പപ്പായുടെ അപ്പച്ചന് ഒരുപാട് വട്ടച്ചിട്ടങ്ങളൊക്കെ ഉള്ള ആളാണ്. അദ്ദേഹം വന്നു കഴിയുമ്പോഴേക്കും ഊണുമേശയിൽ ഊണൊക്കെ ഉണ്ടായിരിക്കണം. കറക്റ്റ് സമയത്ത് ഫുഡ് കഴിക്കുകയും കറക്റ്റ് സമയത്ത് ഉറങ്ങുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും എന്നൊക്കെ ആൻസി അലീനയോട് പറയുമ്പോൾ അലീനയുടെ മുഖമൊക്കെ വല്ലാതെ വാടുകയാണ്. അപ്പോൾ അലീനയോട് ചോദിക്കുന്നുണ്ട് ആൻസി, നിനക്ക് എന്തു പറ്റി? പെട്ടെന്ന് മുഖമൊക്കെ വാടിയ പോലെ, എന്തെങ്കിലും ടെൻഷനുണ്ടോ? ഇല്ല ആൻറ്റി, അല്ല എന്നെ അവർക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ട് കാണോ? അതെന്താ അങ്ങനെ? നിന്നെ ഞങ്ങളെല്ലാവരും അംഗീകരിച്ചില്ലേ, അതേപോലെ തന്നെ അവരും അംഗീകരിച്ചോളൂ. ഇപ്പോൾ നിൻ്റെ പപ്പ ഓടിച്ചെന്ന് നീ അവരുടെ മകളാണെന്നൊന്നും പറയത്തൊന്നുമില്ല. എന്ത് പറഞ്ഞാണ് കൊണ്ടുവരുന്നതെന്നും എനിക്കറിയത്തില്ല. എന്തായാലും അദ്ദേഹത്തിൻ്റെ മകൾ ഇവിടെ ഉണ്ടെന്നൊന്നും അവരോട് പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല. എന്തായാലും ഇവിടെ അവരോട് പറഞ്ഞ പോലെ തന്നെയായിരിക്കും അപ്പച്ചനോടും അമ്മച്ചിയോടും പറയാൻ പോകുന്നത്. നീ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ്റെ മകളാണെന്നോ എങ്ങാനും. പെട്ടെന്നൊന്നും അദ്ദേഹത്തിനെ അങ്ങനെ ചാടിക്കയറി പറയാൻ പറ്റുന്ന ഒരു കാര്യമൊന്നും അല്ലല്ലോ. നീ എന്തായാലും അതിനെക്കുറിച്ചൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കാനൊന്നും നിൽക്കണ്ടെന്ന് ആൻസി പറയുന്നുണ്ട്. എന്നാൽ ഇതേ സമയം സ്റ്റാൻലി തൻ്റെ അച്ഛനെയും അമ്മയെയും കൂട്ടിക്കൊണ്ടുവരാനായി തറവാട്ടിൽ പോവുകയായിരുന്നു. തറവാട്ടിലെത്തി അപ്പച്ചനോടും അമ്മച്ചിയോടും പെട്ടെന്ന് തന്നെ കാറിൽ കയറാനൊക്കെ പറഞ്ഞിട്ട് അവരെ കൊണ്ടുവന്ന് കാറിലൊക്കെ ഇരുത്തുന്നുണ്ട്. പോരുന്ന യാത്രയിൽ അവരോട് പറയുകയാണ്, നിങ്ങൾക്കൊരു സർപ്രൈസ് ഞാൻ അവിടെ കരുതി വെച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ അമ്മച്ചി ചോദിക്കുന്നുണ്ട്, അതെന്നതാടാ, ഞങ്ങൾക്ക് നിൻ്റെ വക ഒരു സർപ്രൈസ് എന്ന്. അപ്പോൾ സ്റ്റാൻലി പറയുകയാണ്, അത് സർപ്രൈസായിട്ട് തന്നെ ഇരിക്കട്ടെ, അവിടെ ചെല്ലുമ്പോൾ അമ്മച്ചിക്ക് അത് മനസ്സിലാവുമെന്ന് പറയുന്നുണ്ട്. എന്തായാലും എൻ്റെ പേരക്കുട്ടികളല്ലേ, അതിൽ കൂടുതൽ നീ എന്നാ സർപ്രൈസാ എനിക്ക് തരാനുള്ളത്? സ്റ്റാൻലി മനസ്സുകൊണ്ട് ചിന്തിക്കായിരുന്നു, അതെ, പേരക്കുട്ടി തന്നെയാണ് എന്ന്. അങ്ങനെ നീണ്ട യാത്രയ്ക്കൊടുവിൽ സ്റ്റാൻലിയുടെ വീട്ടിലേക്ക് അവരെത്തിച്ചേരുകയാണ്. ഗേറ്റ് തുറന്ന് കാറ് അകത്തേക്ക് വരുന്ന ശബ്ദം കേട്ടിട്ട് കിച്ചണിൽ നിന്നുകൊണ്ട് സ്റ്റാൻലിയുടെ വൈഫ് പറയുന്നുണ്ട്, നിൻ്റെ പപ്പ അവരെയും കൂട്ടി വന്നു എന്നാണ് തോന്നുന്നത്. എന്തായാലും നമുക്ക് പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് അലീനയും കൂട്ടി ആൻസി വരുന്നുണ്ട്. ആൻസിയും അലീനയും സിറ്റ് ഔട്ടിൽ വന്ന് നിൽക്കുകയാണ്. സ്റ്റാൻലി കാർ ഓടിച്ച് പോർച്ചിലേക്ക് കയറ്റുന്നുണ്ട്.
കാറിലിരുന്നു കൊണ്ട് തന്നെ സിറ്റൗട്ടിൽ നിൽക്കുന്ന തൻ്റെ മരുമകളെയും ഒപ്പം നിൽക്കുന്ന ആ പെൺകുട്ടിയെയും മുത്തശ്ശിയുടെ കണ്ണിലേക്ക് ഉടക്കിയിരുന്നു. സ്റ്റാൻലിയുടെ അമ്മയുടെ കണ്ണിൽ ഉടക്കി കഴിഞ്ഞിരുന്നു. അമ്മ പെട്ടെന്ന് തന്നെ കാറ് തുറന്ന് പുറത്തേക്കിറങ്ങി. കണ്ണിമ ചിമ്മാതെ അലീനയുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നുപോയി. താൻ എവിടെയോ കണ്ട് മറന്ന മുഖം എന്ന് ആ അമ്മയുടെ മനസ്സിൽ മന്ത്രിക്കുകയായിരുന്നു. കണ്ണിമ ചിമ്മാതെ അവളെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ട് സ്റ്റാൻലിക്ക് മനസ്സിൽ ചിരിയാണ് വന്നത്. എന്നാൽ അലീനയ്ക്കും ആൻസിക്കും ഉള്ളിലെന്തോ ഭയം തോന്നി. എന്നാൽ സ്റ്റാൻലിയുടെ അപ്പച്ചൻ കാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി അലീനയെ കണ്ടതും അദ്ദേഹം തൻ്റെ ഭാര്യയുടെ മുഖത്തേക്കാണ് ആദ്യം നോക്കിയത്. അദ്ദേഹം അത് തുറന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. ഐ, നിന്റെ പണ്ടത്തെ പോലെ ഉണ്ടല്ലോടി ഈ പെങ്കൊച്ചിനെ കാണാനെന്ന്. അതെ, അലീനയുടെ മുഖച്ഛായ സ്റ്റാൻലിയുടെ അമ്മച്ചിയുടെ പോലെ തന്നെയായിരുന്നു. സ്റ്റാൻലിയുടെ വൈഫിനും സ്റ്റാൻലിക്കും അത് അലീനയോട് പറയാനൊരു ഭയമുണ്ടായിരുന്നു. തന്നെ കണ്ട പാടെ അവർ തിരിച്ചറിയുമോ എന്നൊരു പേടി അവളുടെ ഉള്ളിൽ കടന്നു കയറണ്ട എന്ന് കരുതി. അലീനയുടെ നെഞ്ചാകെ പിടയ്ക്കാൻ തുടങ്ങി. എന്തായിരിക്കും അടുത്തത് സംഭവിക്കാൻ പോവുക എന്ന് ആലോചിച്ചു. സ്റ്റാൻലിയുടെ അപ്പച്ചൻ സ്റ്റാൻലിയോടായി ചോദിച്ചു, ഏതാടാ ഈ പെങ്കൊച്ച് എന്ന്. സ്റ്റാൻലി പറഞ്ഞു, അതൊക്കെ പറയാം, പുറത്ത് നിന്നുകൊണ്ട് തന്നെ പറയണമെന്ന് നിർബന്ധമുണ്ടോ? അകത്തേക്ക് കയറാലോ എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാൻലിയും ആൻസിയും കാറിൽ നിന്നും അവരുടെ ബാഗെല്ലാം എടുത്ത് സ്റ്റാൻലിയുടെ വീടിന് അകത്തേക്ക് കയറുകയാണ്. അലീന പതിയെ ചെന്ന് സ്റ്റാൻലിയുടെ അമ്മച്ചിയെ പിടിച്ച് വീടിനകത്തേക്ക് കയറ്റുന്നുണ്ട്. തൻ്റെ കൈകളിലേക്ക് ആ പെൺകുട്ടിയുടെ കൈകൾ വന്ന് പതിച്ചപ്പോൾ ആ അമ്മയുടെ ഉള്ളിൽ വല്ലാത്തൊരു പിടപ്പ് തോന്നി. എന്തൊന്നില്ലാത്തൊരു ആത്മബന്ധം. ആ അമ്മ അവളെ വല്ലാതെ നോക്കി ചിരിച്ചു. എന്നതാ കൊച്ചേ നിൻ്റെ പേര്? അലീന. നല്ല പേര്, നല്ല ഓമനത്തമുള്ള പേര്. എന്തായാലും നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് ആ അമ്മയും അവളുടെ തലയിൽ കൈവച്ച് പറഞ്ഞു. പിന്നെ ആൻസിയോടായി ചോദിച്ചു, എടി പെണ്ണെ, നിൻ്റെ ചെറുക്കന്മാരൊന്നും ഇതുവരെ എഴുന്നേറ്റില്ലേ? ഇല്ല അമ്മച്ചി, ഇന്നലെ ഊട്ടിയിൽ നിന്ന് തിരിച്ചെത്തിയപ്പോഴേക്കും ഒരുപാട് വൈകിയിരുന്നു. അവർ ഉറങ്ങാനും വൈകി. ക്ഷീണം കാരണം ഞാനും വിളിച്ചുണർത്താനൊന്നും നിന്നില്ല. എപ്പോഴാണെന്ന് വെച്ചാൽ എഴുന്നേറ്റ് വരട്ടെ എന്ന് വിചാരിച്ചു. അവിടെ അവർ പഠിക്കുന്നിടത്തും വലിയ സ്ട്രിക്റ്റ് അല്ലേ, വെളുപ്പാങ്കാലത്തൊക്കെ എഴുന്നേറ്റിരുന്ന് പഠിക്കണം. അപ്പോൾ ഇവിടെ വരുമ്പോഴല്ലേ അമ്മച്ചി അവർക്ക് ഇത്തിരി നേരം കിടന്നുറങ്ങാനൊക്കെ പറ്റത്തുള്ളൂ എന്ന് കരുതിയിട്ടാന്നൊക്കെ ആൻസി അമ്മച്ചിയോട് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. അലീന അമ്മച്ചിയുമായി അകത്തേക്ക് നടന്നു. ലിവിങ് റൂമിലെ സോഫയിലായിട്ട് അമ്മച്ചിയെ അവൾ ഇരുത്തി. അമ്മച്ചി പറഞ്ഞു, എന്നിങ്ങനെ പിടിച്ച് നടത്താൻ മാത്രമുള്ള ബുദ്ധിമുട്ടൊന്നും എനിക്കില്ല കേട്ടോ കൊച്ചേ. എനിക്ക് ആ പടി കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഒരാളുടെ ഒരു സപ്പോർട്ട് വേണം, അത്രയേ ഉള്ളൂ. ബാക്കിയൊക്കെ ഞാൻ ഓക്കെയാണ് എന്നൊക്കെ അമ്മാമ്മ പറയുന്നത് കേട്ടിട്ട് അലീന ചിരിക്കുകയായിരുന്നു. അലീന സ്റ്റാൻലിയുടെ അപ്പച്ചൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് വല്ലാത്ത ഗൗരവഭാവം. ഇടയ്ക്കിടയ്ക്ക് അലീനയെ അദ്ദേഹം നോക്കുന്നത് അലീന കാണുന്നുണ്ടായിരുന്നു. എന്തെന്നില്ലാത്ത ഉള്ളിലൊരു പിടപ്പും അലീനയ്ക്കും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അലീന പതിയെ കിച്ചണിലേക്ക് പോയി. കിച്ചണിൽ ചെന്നിട്ട് ഒന്നും എടുക്കാനോ അവർക്ക് എന്തെങ്കിലും എടുത്തു കൊടുക്കാനോ അലീനയ്ക്ക് വല്ലാത്തൊരു ടെൻഷൻ. കയ്യും കാലും ഒക്കെ വിറയ്ക്കുന്നത് പോലെ. വീട്ടിലെ നിൽക്കുന്ന സെർവൻ്റ് ചേച്ചി അവളോടായി ചോദിക്കുന്നുണ്ട്, എന്നാ പറ്റി കൊച്ചേ, എന്നതാ നീ നോക്കുന്നേ? അറിയത്തില്ല, ഞാൻ എന്നതോ എടുക്കാൻ വന്നതാ, പക്ഷെ ഇവിടെ എത്തിയപ്പോഴേക്കും ഞാനതങ്ങ് മറന്നുപോയിന്ന് പറയുന്നത് കേട്ടിട്ട് ആ ചേച്ചി പറയാണ്, ഇത്ര ചെറുപ്പത്തിലെ മറവി വന്ന ഇതെന്നാ ചെയ്യും, ഇനിയുള്ള ജീവിതം അങ്ങോട്ട് മുന്നോട്ട് എന്ന് അവർ സംസാരിക്കുന്നത് കേട്ടിട്ടാണ് ആൻസി കിച്ചണിലേക്ക് വരുന്നത്. എന്താണ് രണ്ടുപേരും കൂടിയും ഒരു കുശലം? ഓ, ഒന്നുമില്ല കൊച്ചേ, ദേ ഈ കൊച്ചു വന്നിട്ടേ ഇവിടെ കിച്ചണിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കായിരുന്നു. അപ്പം ഞാൻ ചോദിക്കായിരുന്നേ എന്നതാ ഈ നോക്കുന്നേന്ന്. അപ്പോൾ കൊച്ചു പറയാ, ഇവിടെ എന്തോ എടുക്കാൻ വന്നതാ, കിച്ചണിലെത്തിയപ്പോഴേക്കും മറന്നുപോയിന്ന്. ഓ, അതൊന്നുമില്ല എൻ്റെ ചേച്ചി, അവളെ അവിടെ നിന്ന് എസ്കേപ്പായി പോകുന്നതാ, അതെനിക്ക് മനസ്സിലായി. അപ്പച്ചൻ അവളെ കണ്ടിട്ട് വല്ലാത്ത നോട്ടം നോക്കുന്നത് കണ്ടിട്ടേ അവൾ ആകെ പേടിച്ചു എന്ന് എനിക്ക് അപ്പോഴേ തോന്നി. അതാ അവളുടെ പിന്നാലെ തന്നെ ഞാനും ഇങ്ങ് പോകുന്നത്. അയ്യോ, സ്റ്റാൻലി സാറിൻ്റെ അപ്പച്ചൻ വന്നോ? വന്നിട്ടുണ്ട്. കർത്താവേ, കിച്ചണൊക്കെ ഞാനൊന്നേ
ക്ലീനാക്കി ഇടട്ടെ, കുറച്ച് കഴിയുമ്പോൾ വരും, ഇവിടെയൊക്കെ വൃത്തിക്കല്ലേ കിടക്കണേന്നൊക്കെ നോക്കാൻ. വന്നു കഴിഞ്ഞാൽ നല്ല വർത്തമാനവും പറയും ചിലപ്പോൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി പെട്ടെന്ന് തന്നെ കിച്ചണൊക്കെ വൃത്തിയാക്കുന്നുണ്ട്. അലീനയുടെ ടെൻഷൻ കണ്ടിട്ട് സ്റ്റാൻലിയുടെ വൈഫ് പറയുന്നുണ്ട്, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതിരിക്കേ, എന്തായാലും സംഭവിക്കാനുള്ളത് എന്തൊക്കെ തന്നെ ആയാലും നമ്മൾ തരണം ചെയ്തേ പറ്റൂ. നീ ഇതിനപ്പുറമൊക്കെ കഴിഞ്ഞുകൂടി പോയ ആളല്ലേ, പിന്നെ നിനക്ക് എന്നതാ ഇത്ര പേടി എന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, അത് തന്നെയാണ് ആൻറ്റി എൻ്റെ പേടി. ഒരുപാട് സഹിച്ചു, ഒരുപാട്. ഇനിയും എനിക്ക് സഹിക്കാൻ വയ്യ. ഇപ്പോൾ ഒരുപാട് തരണം ചെയ്താ ഞാൻ ഈ സ്റ്റേജ് വരെ എത്തിയത്. അതുകൊണ്ടാണ് നിങ്ങളോടൊക്കെ ഞാൻ ചോദിച്ചത്, ഞാൻ അവിടെ തന്നെ നിന്നാൽ പോരെ എന്ന്. കാരണം ഇപ്പോൾ എനിക്കവിടെ ഓക്കെ ആയിരുന്നു, വീണ്ടും എന്നെ വേണ്ടിയിരുന്നില്ല എന്നൊക്കെ അലീന പറയുന്നത് കേൾക്കുമ്പോൾ സ്റ്റാൻലിയുടെ വൈഫിന് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. പക്ഷേ അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. അവർ എന്തെങ്കിലും പറഞ്ഞാൽ തൻ്റെ ഭർത്താവിൻ്റെ ഏതോ ഒരു ബന്ധത്തിലുണ്ടായ, വിവാഹത്തിന് മുമ്പുള്ളൊരു ബന്ധത്തിലുണ്ടായ മകളെ അംഗീകരിക്കാൻ കഴിയാത്തത് കൊണ്ട് പറയുന്നതാണെന്ന് മാത്രമേ ചിന്തിക്കുള്ളൂ. ആൻസി പെട്ടെന്ന് തന്നെ അലീനയോട് സംസാരിച്ചുകൊണ്ട് തന്നെ അവർക്കുള്ള ഭക്ഷണമൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. അലീനയോട് പറയുന്നുണ്ട്, നീ അതും കൂടിയൊക്കെ എടുത്ത് അങ്ങ് ടേബിളിലോട്ട് വായോ, അവർക്കുള്ള ഭക്ഷണമൊക്കെ വിളമ്പട്ടെ, ഞാൻ പോയി അവന്മാരെയും കൂടി വിളിക്കട്ടെ, അല്ലെങ്കിൽ ഇനി അപ്പച്ചൻ ചീത്ത പറയാൻ തുടങ്ങും. ഒരുപാട് സമയമൊക്കെ അങ്ങനെ ഒരു കൃത്യനിഷ്ഠയില്ലാതൊക്കെ ഇങ്ങനെ പെരുമാറുന്നതൊന്നും അപ്പച്ചന് ഇഷ്ടമല്ലാത്ത കാര്യമാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, ആൻറ്റി പോയി വിളിച്ചിട്ട് വായോ, ഞാൻ ഫുഡൊക്കെ എടുത്ത് വെക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആൻസി പെട്ടെന്ന് മുകളിലെ അവരുടെ മുറിയിലേക്ക് പോകുന്നുണ്ട്. അലീന ടേബിളിലൊക്കെ ഫുഡുകളൊക്കെ നിരത്തി വെക്കുന്നുണ്ട്. ഇതേ സമയം തൻ്റെ 2 മക്കളുമായിട്ട് ആൻസി മുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഇളയാൾ മുത്തശ്ശിയെയും മുത്തശ്ശനെയും കണ്ടപ്പോഴേക്കും ഓടി വരുന്നുണ്ട്. ചാച്ചനും അമ്മച്ചിയും എപ്പോഴാണ് എത്തിയേ, ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവൻ ഓടി വരുന്നത്. വളരെ സ്നേഹത്തോടു കൂടി ഓടി വന്ന് അവൻ്റെ മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് ആ വാ പോലും അവൻ കഴുകിയിട്ടില്ല, എന്നതാ കുട്ടി ഇങ്ങനെ. 2 പോയി വേഗം പോയി ബ്രഷൊക്കെ ചെയ്ത് ഫ്രഷായിട്ട് വായോ, നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശി 2 പേരെയും പറഞ്ഞു വിടാണ്. സ്റ്റാൻലിയുടെ അപ്പച്ചന് ഇതൊന്നും ശ്രദ്ധിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല. അദ്ദേഹത്തിന് എന്തെന്നില്ലാത്ത സംശയങ്ങളായിരുന്നു അവിടെ വന്നപ്പോൾ മുതൽ തോന്നിക്കൊണ്ടിരിക്കുന്നത്. ഇത് കാണുന്ന സ്റ്റാൻലിയുടെ അമ്മച്ചി ചോദിക്കുന്നുണ്ട്, നിങ്ങളിതെന്താ വന്നപ്പോൾ മുതൽ ഒട്ടും ഒരു ഉഷാറില്ലാത്ത പോലെ, എന്നതാ പറ്റിയേ, യാത്ര സുഖമായിട്ട് തോന്നുന്നില്ലേ നിങ്ങൾക്ക് എന്നൊക്കെ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, എനിക്കൊന്നുമില്ലാന്നേ, നീ നിൻ്റെ കാര്യം നോക്ക്, ഞാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞോളാം, നീ എൻ്റെ കാര്യം ആലോചിച്ച് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാൻ നിൽക്കണ്ട നിനക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടെ നിന്നും എഴുന്നേറ്റ് സിറ്റ് ഔട്ടിലേക്ക് പോവുകയാണ്. ഇതേ സമയം സ്റ്റാൻലി ആ സിറ്റ് ഔട്ടിൽ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റാൻലിയോട് അദ്ദേഹം ചോദിക്കുകയാണ്, സ്റ്റാൻലിയുടെ അപ്പച്ചൻ, സ്റ്റാൻലി നീ എന്താ ഇവിടെ ഇങ്ങനെ മാറിയിരിക്കുന്നത്, നിനക്ക് ഞങ്ങളോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ, നിനക്കെന്തെങ്കിലും ഞങ്ങളോട് പറയാനുണ്ടോ? സ്റ്റാൻലി, ഏതാ പെങ്കൊച്ച്? സ്റ്റാൻലിയുടെ അപ്പച്ചൻ്റെ ആ ചോദ്യം കേട്ട് സ്റ്റാൻലി തന്നെ ഒന്ന് അമ്പരന്നു. അപ്പച്ചന് എന്തൊക്കെയോ സംശയങ്ങളുള്ളതുപോലെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ചോദ്യം. അപ്പച്ചൻ ചോദിച്ച ഈ 2 ചോദ്യത്തിനുള്ള ഉത്തരം എൻ്റെ കയ്യിലുണ്ട്. അപ്പച്ചനോടും അമ്മച്ചിയോടും എനിക്കൊരുപാട് സംസാരിക്കാനുണ്ട്. 2ാമത്തെ ചോദ്യം, അവൾ എൻ്റെ ആരാണെന്ന്. അവൾ എൻ്റെ കൂട്ടുകാരൻ്റെ മകളാണ്. അവൾ കുറച്ച് ദിവസം നമ്മളോടൊപ്പം ഇവിടെ നിൽക്കാനായിട്ട് വന്നതാണ്. ഞാനും ആലോചിച്ചു അപ്പച്ച, നമ്മുടെ വില്ലന്മാർക്ക് ഒരു കൂട്ടായിട്ട് കുറച്ച് ദിവസം ഒരു ചേച്ചി ഉണ്ടാവട്ടെ, അവർ പെൺകുട്ടികൾ എങ്ങനെയാണെന്നും ചേച്ചിമാരെങ്ങനെയാണെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കട്ടെ എന്ന് തോന്നി. അതാ അവളെയും പോന്നപ്പോൾ കൂട്ടിയത്. ഞാനറിയാത്ത ഏത് കൂട്ടുകാരനാ ഈ അലീനയുടെ അപ്പച്ചൻ നിനക്കുള്ളത്? അതപ്പച്ച ഞാൻ, സ്റ്റാൻലി, നുണ പറയുമ്പോൾ മറ്റുള്ളവർ വിശ്വസിക്കുന്ന രീതിയിലായിരിക്കണം ആ നുണ പറയുമ്പോൾ അത് മറ്റുള്ളവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നതാണോ എന്ന് കൂടി നീ ഒന്ന് ചിന്തിക്കണം, എന്നിട്ട് വേണം നുണ പറയാൻ. ഏതാണ് ആ കൊച്ച്? അപ്പച്ച, എനിക്ക് കുറച്ച് സമയം തരണം, നിങ്ങളോട് ഞാൻ എല്ലാം പറയാം. സ്റ്റാൻലി, ഞാൻ നിൻ്റെ അപ്പച്ചനാണ്, അത് നീ ചിന്തിച്ചിട്ട് വേണം എന്നിൽ നിന്നും എന്തെങ്കിലും മറച്ചു വയ്ക്കാൻ. ഒരുപാട് കാലം കള്ളത്തരം പറഞ്ഞ്, അതിന് മേലെ കള്ളത്തരം പറഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ
അത് ഉള്ളതുപോലെ തന്നെ പറയുന്നതാണ് നല്ലത്. നിനക്ക് ഇത്രയൊക്കെ പ്രായമായെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ നിന്നെയൊന്നും ഉപദേശിക്കേണ്ട കാര്യവും ഇനി എനിക്കില്ല. പക്ഷേ ജീവിതം നിൻ്റേതാണ്. എനിക്കിനി ഇത്രയൊക്കെയായി. എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ പറഞ്ഞു നിൽക്കാനും പിടിച്ചു നിൽക്കാനൊക്കെ അധികം കാലമൊന്നുമില്ല. പക്ഷെ നിൻ്റെ കാര്യം അങ്ങനെയല്ല. നിനക്ക് 2 മക്കളുണ്ട്, ഭാര്യയുണ്ട്. അവരുടെ മുമ്പിൽ കള്ളത്തരം പറഞ്ഞു നിൽക്കുന്നതിന് ഒരു പരിധിയുമുണ്ട്. അതുകൊണ്ട് തന്നെ കള്ളത്തരം അത് നിനക്ക് വേണ്ട. എന്താണെങ്കിലും ഉള്ളതുപോലെ തന്നെ പറയുന്നതാണ് നല്ലത്. എല്ലാ കഥകളും പറയാൻ തന്നെ അപ്പച്ച കൊണ്ടുവന്നതും നിങ്ങളിവിടെ കൊണ്ടുവന്ന് അവളെ കാണിച്ചതും. അപ്പച്ചൻ്റെ സംശയമൊക്കെ സത്യം തന്നെയാണ്. അവളെൻ്റെ കൂട്ടുകാരൻ്റെ മകളൊന്നുമല്ല. പക്ഷേ അപ്പച്ചനോട് എനിക്ക് ആ കാര്യങ്ങളൊക്കെ പറയുന്നതിന് മുമ്പ് അപ്പച്ചൻ്റെ ഒപ്പം അമ്മച്ചി കൂടി വേണം. അല്ലാതെ ഒരാളോട് മാത്രമായിട്ട് എനിക്ക് പറയാൻ ഒന്നും തന്നെയില്ല. എന്തായാലും കുറച്ച് സമയം കൂടി എനിക്ക് അപ്പച്ചൻ തരണം. കുറച്ച് സമയം ഞാൻ അപ്പച്ചനോട് ആവശ്യപ്പെടുന്നുള്ളൂ. അപ്പച്ചനും അമ്മച്ചിയും എല്ലാവരും കൂടി ഇരുന്ന് സന്തോഷത്തോടു കൂടി ഭക്ഷണം കഴിച്ചതിന് ശേഷം നമുക്കിരുന്ന് സംസാരിക്കാം. എന്താ, അതിനുള്ള സാവകാശം അപ്പച്ചൻ എനിക്ക് തരില്ലേ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം ഒന്നും തന്നെ പറയുന്നുണ്ടായിരുന്നില്ല. ആ ഗൗരവഭാവത്തോടു കൂടി അപ്പച്ചൻ അവിടെ തന്നെ നിൽക്കുകയാണ്. ഇതേ സമയത്താണ് അകത്ത് നിന്നും അമ്മച്ചിയുടെ ശബ്ദം കേൾക്കുന്നത്. ദേ, ഭക്ഷണം കഴിക്കാനേ കൊച്ചുങ്ങളൊക്കെ വന്ന് നിങ്ങളെയും കാത്തായിരിക്കുന്നേ. ഈ അപ്പച്ചനും മോനും മാത്രം പറയാൻ എന്തെത്ര സ്വകാര്യം അവിടെ, ഇങ്ങ് വന്നേ എന്ന് പറയുന്നുണ്ട്. അപ്പച്ചൻ സ്റ്റാൻലിയോടായി പറയുന്നുണ്ട്, ഈ നേരത്തെ ഭക്ഷണം നിൻ്റെ വീട്ടിൽ നിന്ന് ഞാനിപ്പോൾ കഴിക്കും. പക്ഷേ സ്റ്റാൻലി, മറ്റൊരു കാര്യം നീ ചിന്തിക്കണം. ഇവിടെ നിന്നും ഇനി നിൻ്റെ വീട്ടിൽ നിന്നും ഒരു വറ്റുപോലും ഞാൻ കഴിക്കണമെങ്കിൽ അലീന എന്ന് പറയുന്ന ആ പെൺകുട്ടിയുടെ സത്യകഥ അത് നീ എന്നോട് പറഞ്ഞേ പറ്റൂ. അത് നീ പറയുന്നത് സത്യമാണെന്ന് ബോധ്യപ്പെടുകയും എനിക്ക് വേണം. എന്തായാലും മോനെ, നീ പറയാൻ പോകുന്നത് അത്ര ദഹിക്കുന്ന കാര്യങ്ങളെല്ലാം എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യബോധം ഈ അപ്പച്ചനുണ്ടെന്ന് നിനക്കറിയാലോ. എന്തായാലും വായോ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അകത്തേക്ക് പോവുകയാണ്. അകത്തേക്ക് ചെല്ലുമ്പോൾ ടേബിളിൽ ഭക്ഷണം വിളമ്പുന്ന അലീനയെയാണ് അദ്ദേഹത്തിൻ്റെ കണ്ണിൽ ആദ്യം മുടക്കുന്നത്. അദ്ദേഹം വല്ലാതെ അലീനയെ നോക്കുന്നത് കാണുമ്പോൾ തന്നെ അലീനയുടെ ഉള്ള ജീവൻ പോകുന്ന പോലെയാണ് അവൾക്ക് തോന്നുന്നത്. ഭക്ഷണമൊക്കെ വിളമ്പി, പക്ഷേ എന്തെന്നില്ലാത്തൊരു പുഞ്ചിരി അവൾക്ക് നേരെ അദ്ദേഹം കാഴ്ചവെച്ചു. ഇത്രയും സമയത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ മുഖത്ത് നിന്നും ആ പുഞ്ചിരി കണ്ടപ്പോൾ അലീനയ്ക്കും വല്ലാത്ത സന്തോഷം തോന്നി. അലീന അദ്ദേഹത്തിനായി ചെയർ നീക്കിയിട്ടിട്ട് അവിടെ ഇരിക്കൂ എന്ന് അവൾ പറയാതെ പറഞ്ഞു. അദ്ദേഹം അവിടെ കയറിയിരുന്നു. അലീന ഭക്ഷണമൊക്കെ വിളമ്പുന്നുണ്ട്. അലീനയോടായി അദ്ദേഹം ചോദിച്ചു, നീ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ കൊച്ചേ? ആ, ഞാൻ വന്നിട്ടുണ്ട്. ഇത് കേൾക്കുന്ന സ്റ്റാൻലിയുടെ അമ്മച്ചി പറയുന്നുണ്ട്, ആ വന്നായിരുന്നേ, അവൾ കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവുകയും ചെയ്തു ആൻസിക്കൊപ്പം. ഞാൻ നിന്നോട് വല്ലതും ചോദിച്ചോ? ഞാൻ ആ കൊച്ചിനോടല്ലേ ചോദിക്കുന്നത്. ഞാൻ നിന്നോട് ചോദിക്കുമ്പോൾ നീ മറുപടി പറഞ്ഞാൽ മതി. ഓ, അറിയുന്ന കാര്യം ആർക്കായാലും പറയാം എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശി ഒരു ഗൗരവ മുഖം കാണിച്ചു. ഇത് കണ്ടപ്പോൾ ആൻസിക്കും മക്കൾക്കും ചിരിയാണ് വന്നത്. ആൻസിയോടും അലീനയോടുമായി അദ്ദേഹം പറഞ്ഞു, ഇനി നിങ്ങളാരെയും കാത്തായി നിൽക്കുന്നേ, നിങ്ങൾക്ക് കൂടി ഞങ്ങൾക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചൂടെ? ഇരിക്കേ എന്ന് പറഞ്ഞു. അവരും ഭക്ഷണം കഴിക്കാനായിരുന്നു. എല്ലാവരും കൂടി ഒരുമിച്ച് തന്നെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഭക്ഷണം കഴിക്കുന്നതിനിടയ്ക്ക് തന്നെ അലീനയോട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, നീ എത്ര വരെയാണ് മോളെ പഠിച്ചതെന്ന്. അപ്പോൾ അലീന പറഞ്ഞു, ഞാൻ +2 വരെയാണ് പഠിച്ചത്, പിന്നെ പഠിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി, തോറ്റുപോയതാണോ അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞതാണോ അല്ലെങ്കിൽ നിനക്ക് പഠിക്കാൻ താല്പര്യമില്ലാഞ്ഞിട്ടാണോ എന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, പഠിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു, നല്ല മാർക്കും ഉണ്ടായിരുന്നു, പക്ഷേ പഠിക്കാനുള്ള ജീവിത സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതെന്താ അതങ്ങനെ? അതങ്ങനെയായിരുന്നു. പിന്നെ ചെറിയൊരു ജോലി കിട്ടണമല്ലോ എന്ന് കരുതിയിട്ട് ചെറിയൊരു കോഴ്സ് പഠിച്ചിരുന്നു. ഈ വയസ്സായ അപ്പൂപ്പനെയും അമ്മമ്മയെയും ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട്. ഓ, ഹോം നേഴ്സിങ്ങിൻ്റെ. ആ, അതെ, അങ്ങനെ ഒരു കോഴ്സും ഞാൻ ചെയ്തായിരുന്നു. എന്നിട്ട് നീ വർക്ക് ചെയ്തായിരുന്നോ? ഓ, വർക്ക് ചെയ്തിരുന്നു. കുറച്ച് നാൾ ഞാൻ വർക്ക് ചെയ്തിരുന്നു. ഓരോ വാക്ക് അലീന പറയുമ്പോഴും സ്റ്റാൻലിയുടെ മുഖത്തേക്കായിരുന്നു അവൾ നോക്കിക്കൊണ്ടിരുന്നത്. കാരണം സ്റ്റാൻലി എന്താണ് പറഞ്ഞു വെച്ചിരിക്കുന്നതെന്ന് അവൾക്കറിയത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ
അലീന എങ്ങനെയൊക്കെയോ ഭക്ഷണം കഴിച്ച് അവിടെ നിന്നും പെട്ടെന്ന് ഒഴിഞ്ഞു മാറാനുള്ള ശ്രമത്തിലായിരുന്നു. അതേപോലെ തന്നെ അവൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് കിച്ചണിലേക്ക് പോവുകയും ചെയ്തു. അലീനയുടെ ആ പരവശങ്ങളെല്ലാം തന്നെ കണ്ടിട്ട് സ്റ്റാൻലിക്കും മാൻസിക്കുമൊക്കെ കാര്യം മനസ്സിലാവുന്നുണ്ടായിരുന്നു. ഒപ്പം അദ്ദേഹത്തിൻ്റെ അച്ഛനും. അലീന അവിടെ നിന്നും എഴുന്നേറ്റ് പോയതിന് ശേഷം മുത്തശ്ശി ആൻസിയോട് ചോദിക്കുന്നുണ്ട്, എന്നതാടി കൊച്ചേ, അവളുടെ വീട്ടിൽ ഇത്രയ്ക്ക് ബുദ്ധിമുട്ടാണോ? ഇവൻ്റെ കൂട്ടുകാരൻ്റെ മോളാണെന്നല്ലേ പറഞ്ഞത്? അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിനെ പഠിപ്പിക്കാനായിട്ട് ഒന്ന് സ്പോൺസറൊക്കെ ചെയ്യാമായിരുന്നില്ലേ? ഇവൻ അങ്ങനെയൊക്കെ എന്തൊക്കെയോ എവിടെയൊക്കെയോ കൊടുക്കുന്ന കാര്യമൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. എന്നിട്ട് ഇത്രയും ബുദ്ധിമുട്ടിൽ തൻ്റെ കൂട്ടുകാരൻ്റെ മക്കൾ കഴിയുന്നതൊന്നും ഇവൻ അറിഞ്ഞിരുന്നില്ലേ? ഇവൻ എന്തൂട്ട് കൂട്ടുകാരനാടി നിൻ്റെ ഭർത്താവ് എന്നൊക്കെ തമാശ രൂപത്തിൽ അമ്മ ആൻസിയോട് പറയുന്നുണ്ട്. ആൻസി അപ്പോൾ വളരെ വിഷമത്തോടു കൂടി പറയാണ്, എല്ലാം അറിയാൻ അല്പം വൈകി പോയമ്മേ. അറിഞ്ഞപ്പോഴല്ലേ നമ്മളിപ്പോൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ആൻസി സ്റ്റാൻലിയെ നോക്കുന്നുണ്ട്. ഇളയ മകൻ ഇതെല്ലാം കേട്ടിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. മക്കൾ രണ്ടുപേരും അവിടെ ഉണ്ടെങ്കിലും ഇളയവന് എന്തോ ഒരു സിമ്പതി അലീനയോട് തോന്നിയിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ തലേ ദിവസം അലീനയുമായി സംസാരിച്ച കാര്യങ്ങളൊക്കെ ശ്രദ്ധയിൽ എടുക്കുകയാണ്. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ആ ചേച്ചിക്ക് അനിയനും അനിയത്തിമാരൊക്കെയുണ്ട്, അവരും വലിയ ബുദ്ധിമുട്ടി തന്നെ ആവില്ലേ? എന്നോട് പക്ഷേ ചേച്ചി ഇന്നലെ സംസാരിച്ചപ്പോൾ എനിക്ക് അങ്ങനെയൊന്നുമല്ല തോന്നിയത്. അവരെല്ലാവരും ഔട്ടിങ്ങിന് പോണ കാര്യവും ഒക്കെ ചേച്ചി പറഞ്ഞിരുന്നല്ലോ. അതൊക്കെ എങ്ങനെയാ? പഠിക്കാനൊക്കെ ക്യാഷ് ഇല്ലയെന്നുണ്ടെങ്കിൽ എല്ലാത്തിനും ബുദ്ധിമുട്ടുണ്ടാവില്ലേ അവർക്ക്? അപ്പോൾ അതെങ്ങനെയാണ് അവർ ഔട്ടിങ്ങിനൊക്കെ പോകാനായിട്ടുള്ള ക്യാഷൊക്കെ അവർക്ക് കിട്ടുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, നിൻ്റെ ഈ പ്രായത്തിൽ മനസ്സിലാക്കുന്ന കാര്യങ്ങളൊക്കെ നീ മനസ്സിലാക്കിയിട്ടുണ്ട്. ഭക്ഷണം കഴിച്ചെഴുന്നേറ്റ് പോകാൻ നോക്കടാ എന്ന് പറയുകയാണ്. എന്നാൽ മൂത്ത മകൻ അധികമൊന്നും സംസാരിക്കുക ഒന്നും ചെയ്യുന്നില്ലെങ്കിലും അവൻ സ്റ്റാൻലിയോട് ചോദിക്കുന്നുണ്ട്, പപ്പ എന്തെങ്കിലും മറച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടോ ഞങ്ങളുടെ അടുത്ത് നിന്ന്? അങ്ങനെ പപ്പ മറച്ചു വയ്ക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പപ്പയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തുറന്ന് തന്നെ പറയണം. ഇന്നലെ തുടങ്ങി എനിക്കെന്തൊക്കെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, എന്തൊക്കെയോ മാച്ച് ചെയ്യാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ 3 പേരുടെയും സംസാരത്തിൽ. അതുകൊണ്ട് ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ. ഇപ്പോൾ പപ്പ അവനോട് പറഞ്ഞ പോലെ തന്നെ എൻ്റെ പ്രായത്തിൽ അറിയാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ എന്നോടും കൂടി പറഞ്ഞേക്കണേ പപ്പ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്നും എഴുന്നേറ്റ് പോവുകയാണ്. അപ്പോൾ അമ്മയ്ക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. അമ്മ ചോദിക്കുന്നുണ്ട്, ഇവൻ ഇത് എന്നതൊക്കെയാണ് ഈ കൊച്ചെ പറഞ്ഞിട്ട് പോകുന്നതെന്ന് ആൻസിയോട് ചോദിക്കുമ്പോൾ ആൻസി പറയാണ്, അവൻ ചുമ്മാ തമാശ പറഞ്ഞതാ അമ്മച്ചി ഭക്ഷണം കഴിച്ച് എഴുന്നേൽക്കാൻ നോക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പച്ചൻ പതിയെ സ്റ്റാൻലിയോട് ചോദിക്കുന്നുണ്ട്, കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞ കാര്യം നിനക്കിപ്പോൾ ഓർമ്മയിൽ വന്നോ? നിന്നോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞിരുന്നു, ഒരു ജീവിതം തകരാൻ ഒരു നുണയും 2 നുണയും അതിന് പുറമെ ഒരുപാട് നുണകളും പറയുമ്പോൾ സ്വന്തം ജീവിതമാണ് ഇല്ലാതാവുന്നതെന്ന് ഓർത്തിട്ട് വേണം ആ നുണകൾക്ക് തൻ്റെ ജീവിതവും മനസമാധാനവും സന്തോഷവും ഒക്കെ തകർക്കാൻ കഴിയുമെന്നും ചിന്തിക്കണമെന്ന് സ്റ്റാൻലി അച്ഛനോടായി പറയുന്നുണ്ട്. അപ്പച്ചൻ പെട്ടെന്ന് ഭക്ഷണം കഴിച്ചെഴുന്നേൽക്ക്. എല്ലാ കാര്യങ്ങളും പറയുമ്പോൾ അപ്പച്ചന് കാര്യഗൗരവം എന്താണെന്ന് മനസ്സിലാവും. സ്റ്റാൻലി ഭക്ഷണം കഴിച്ച് അവിടെ നിന്നും എഴുന്നേറ്റ് കയ്യു കഴുകി പുറത്തേക്ക് ഇറങ്ങാൻ നേരത്ത് അപ്പച്ചനോടായി പറയുന്നുണ്ട്, അപ്പച്ച കയ്യ് കഴുകി ഗാർഡനിലേക്ക് വന്നേക്കണേ. ആൻസി അമ്മച്ചിയെയും കൂട്ടി നീയും വന്നേക്കണം, കൂടെ അലീനയെയും വിളിക്കണമെന്ന്. ഇളയ മകൻ സ്റ്റാൻലിയോടായി ചോദിക്കുന്നുണ്ട്, അപ്പം ഞാനോ? നിന്നെ വിളിക്കാനാവുമ്പോൾ ഞാൻ വിളിച്ചോളാം. ഇപ്പം തൽക്കാലം എവിടെയെങ്കിലും മൂലയിൽ പോയിരുന്നേ വല്ല ഗെയിമും കളിക്കാൻ നോക്കിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാൻലി പുറത്തേക്ക് പോകുന്നുണ്ട്. അവനോട് ഒരു ചെറു പുഞ്ചിരി കാണിച്ച് കണ്ണടച്ച് കാണിച്ചുകൊണ്ടാണ് സ്റ്റാൻലി പുറത്തേക്ക് പോകുന്നത്. ആൻസി അമ്മച്ചിയോട് പറയുന്നുണ്ട്, അമ്മച്ചി കൈ കഴുകിയിട്ട് പുറത്ത് ഇച്ചായൻ്റെ അടുത്തേക്ക് പോയിക്കോട്ടോ, ഞാൻ കൈ കഴുകി അലീനയും കൊണ്ട് അങ്ങോട്ടേക്ക് വരാമെന്ന്. സ്റ്റാൻലിയുടെ അപ്പച്ചൻ അവിടെ ഇരുന്ന് ആലോചിക്കുകയായിരുന്നു. എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. അതിനെല്ലാത്തിനും തീർപ്പുണ്ടാക്കിയതിന് ശേഷമാണ് തന്നോട് അവൻ അതൊക്കെ പറയാൻ പോകുന്നത്. ഇനി എന്തൊക്കെയായാലും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് തന്നെ ആവാം മുന്നോട്ടുള്ളത് എന്ത് വേണമെന്ന് തീരുമാനമെടുക്കാൻ. തുടർന്നുള്ള എപ്പിസോഡുമായി മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നതായിരിക്കും.
നിങ്ങൾക്ക് വീഡിയോസും ചാനലും എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. ശുഭരാത്രി.